സോഷ്യൽ മീഡിയ അത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ കൂടുതൽ സമയം ഉപയോഗിച്ചുകൊണ്ടിരുന്നതിനാൽ നമുക്കിതിനകത്ത് സംഭവിക്കുന്ന അപകടമുണ്ട്. നമ്മൾ അറിയാതെ നമുക്ക് കിട്ടുന്ന ഒരു പണി. പലപ്പോഴും നമുക്ക് നമ്മുടെ കുറ്റവും കുറവുകളും മറ്റുള്ളവരെ വെച്ച് താരതമ്യപ്പെടുത്തുന്നത് നമുക്ക് ഇഷ്ടമാണോ? അല്ല. നമുക്ക് വല്ലാണ്ട് സങ്കടം വരും, വല്ലാണ്ട് ദേഷ്യം വരും, അല്ലേ? ഇതേ സാഹചര്യമാണ് നമ്മൾ അറിയാതെ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം ഒരു ഫിൽറ്റേർഡ് മീഡിയയാണ്. അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ അവരോട് ഷെയർ ചെയ്യത്തുള്ളൂ. അവരെടുക്കുന്ന ഒരു ഫോട്ടോ പോലും പല ഫിൽറ്ററുകൾ ഉപയോഗിച്ച് ഭംഗിയാക്കിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് കാണുന്ന ഇതൊന്നും നേടാത്ത നമ്മുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ ഹാപ്പിനെസ്, മറ്റുള്ളവരുടെ വിജയങ്ങൾ, മറ്റുള്ളവർ നേരുന്ന അച്ചീവ്മെന്റ്സ് ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ പുറകിലോട്ട് വലിക്കും. പലപ്പോഴും ഇത്തരം കൂട്ടുകാരുടെ ഇടയിലേക്ക് പോകാൻ നമ്മൾ മടിക്കും. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ നെഗറ്റീവ് ആക്കും. നമ്മൾ ഡെസ്പാവും, ഒരു കാര്യം ചെയ്യാൻ ഉന്മേഷമില്ലാത്ത അവസ്ഥ വരാം. ഈ ടെൻഷൻ മറികടക്കുന്നതിന് നമ്മൾ അമിതമായി ഫുഡ് കഴിച്ചു എന്ന് വരാം. ഇങ്ങനെ സോഷ്യൽ മീഡിയ നമ്മൾ അറിയാതെ നമ്മളെ ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷനിലേക്കും ഒരു ഡിപ്രഷനിലേക്കും കൊണ്ടുവന്നെത്തിക്കും. അതുകൊണ്ട് സോഷ്യൽ മീഡിയ കാണാം, അമിതമാകരുത്. മിതമായിട്ട് മാത്രം ഇവയെല്ലാം കാണുക. കൂടുതൽ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്തോളൂ.